ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളായ ഒലയ്ക്കും ഊബറിനും റാപ്പിഡോയ്ക്കും കടുത്ത എതിരാളിയാകുവാൻ സർക്കാർ അംഗീകൃത ടാക്സി സർവീസായി ഭാരത് ടാക്സി നിരത്തിലേക്ക് എത്തുകയാണ്. ജനുവരി 1 മുതൽ ഭാരത് ടാക്സി പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഓല, ഊബർ, റാപ്പിഡോ പോലുള്ള ഓൺലൈൻ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സംവിധാനം ഒരു സഹകരണ സംരംഭമായിട്ടായിരിക്കും ഭാരത് ടാക്സി ആയി പ്രവർത്തിക്കുക. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ജനുവരിയിൽ ഭാരത് ടാക്സിയുടെ പ്രവർത്തനം തുടങ്ങുവാനാണ് ലക്ഷ്യമിടുന്നത്. ഡൽഹിയിലും ഗുജറാത്തിലെ ചില ഭാഗങ്ങളിലും ഇതിന്റെ പൈലറ്റ് ഓപ്പറേഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഈ നഗരങ്ങളിലെ പ്രവർത്തനം വിജയമായാൽ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഭാരത് ടാക്സി വ്യാപിപ്പിക്കും. ഓട്ടോറിക്ഷകളില്, ബൈക്ക് ടാക്സികളില്, കാറുകള് എന്നിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിന് കീഴിൽ അണിനിരക്കും. കേന്ദ്ര സഹകരണ മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2025 ജൂണിൽ 300 കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെ രൂപീകരിച്ച സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. ഒരു ഡ്രൈവർ ഉടമസ്ഥതയിലുള്ള മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണിത്. ടാക്സി ഡ്രൈവർമാരുടെ വരുമാനം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈവർ ഉടമസ്ഥതയിലുള്ള മൊബിലിറ്റി ശൃംഖലയായി മാറാനാണ് ഭാരത് ടാക്സി ലക്ഷ്യമിടുന്നത്. ഡൽഹിയിലും ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലുമായി 1 ലക്ഷത്തിലധികം ഡ്രൈവർമാർ ഇതിനോടകം ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാറുകൾ, ഓട്ടോറിക്ഷകൾ, ബൈക്ക് ടാക്സികൾ എന്നിവയെ ഓടിക്കുന്നവരാണ് ഇവർ. രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാരിൽ 2/3 ഭാഗവും കാർ ഓപ്പറേറ്റർമാരാണ്. ബാക്കിയുള്ളവർ ഓട്ടോറിക്ഷ, ബൈക്ക് ടാക്സി ഡ്രൈവർമാരാണ്. ഈ പുതിയ സർവീസിനായി ഭാരത് ടാക്സി എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭ്യമാണ്. ഇതിനോടകം 75,000-ലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പ് ഉപയോഗിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള മറ്റ് റൈഡ് ഹൈലിംഗ് ആപ്പുകളിൽ ഉള്ളതുപോലെ ഉള്ള സൗകര്യങ്ങൾ ഇതിലും ലഭ്യമാണ്. യാത്രാക്കൂലിയിൽ സുതാര്യത, പല ഭാഷകളിലുള്ള പിന്തുണ, വാഹനത്തിന്റെ തത്സമയ ട്രാക്കിംഗ്, 24 മണിക്കൂർ ഉപഭോക്തൃ പിന്തുണ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷയ്ക്കായി ഭാരത് ടാക്സി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഡ്രൈവറുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഡൽഹി പോലീസുമായും മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് സുരക്ഷ ഉറപ്പാക്കുവാനും പദ്ധതിയുണ്ട്. AC, നോൺ AC, പ്രീമിയം, XL കാറുകൾ എന്നിങ്ങനെ വിവിധ തരം റൈഡ് വിഭാഗങ്ങൾ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. വെറും 2 മിനിറ്റിനുള്ളിൽ വാഹനം ലഭ്യമാക്കുമെന്നും ആകർഷകമായ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നുമാണ് കമ്പനി പറയുന്നത്. ആദ്യത്തെ 4 കിലോമീറ്ററിന് കുറഞ്ഞത് 30 രൂപ, 4 കിലോമീറ്ററിനും 12 കിലോമീറ്ററിനും ഇടയിലുള്ള ദൂരത്തിന് 1 കിലോമീറ്ററിന് 23 രൂപയും, 12 കിലോമീറ്ററിന് മുകളിലുള്ള ദൂരത്തിന് 1 കിലോമീറ്ററിന് 18 രൂപ എന്നിങ്ങനെയുമാണ് നിരക്ക്. മറ്റ് ടാക്സി കമ്പനികളുടെ പോലെ തന്നെ ഭാരത് ടാക്സിയും മെട്രോ പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക് ഒരൊറ്റ ആപ്പ് വഴി വിവിധ യാത്രാമാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കും. നിലവിൽ ഡൽഹിയിലും ഗുജറാത്തിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സേവനം ലഭ്യമാണ്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സൈൻ അപ്പ് ചെയ്യാം. യാത്ര തുടങ്ങുന്ന സ്ഥലവും എത്തുന്ന സ്ഥലവും നൽകി റൈഡ് തിരഞ്ഞെടുക്കാം. യാത്രാവേളയിൽ വാഹനത്തെ തത്സമയം ട്രാക്ക് ചെയ്യുവാനും സാധിക്കും. ഇത് നിലവിലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്ന അതേ അനുഭവം തന്നെ ഭാരത് ടാക്സി ആപ്പും നൽകും. ഭാരത് ടാക്സിയെ ഓല, ഊബർ പോലുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ വരുമാന മാതൃകയാണ്. തുടക്കത്തിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ഡ്രൈവർമാർക്ക് തന്നെ ലഭിക്കും. പിന്നീട് ഏകദേശം 20% ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ട്. ഈ തുക പിന്നീട് ഡ്രൈവർമാർക്ക് തന്നെ ഇൻസെന്റീവായി തിരികെ നൽകും. ഭാരത് ടാക്സി തിരക്കേറിയ സമയങ്ങളിൽ ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിരക്കിൽ നേരിയ മാറ്റമുണ്ടാകാം. തിരക്കേറിയ സമയങ്ങളിൽ വില കുത്തനെ ഉയരുന്നത് നിയന്ത്രിക്കുന്നതിനൊപ്പം ഡ്രൈവർമാർ യാത്രാ നിരസിക്കൽ, ബുക്കിംഗ് റദ്ദാക്കൽ തുടങ്ങിയ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.